എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള നേതൃത്വം എൻ്റെ ദീർഘകാല സുഹൃത്തും ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രവർത്തനമായ സുധീരൻ ശ്രേഷ്ഠനും മലയാളത്തിലെ അനന്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയുമായ വസന്ത മാസ്റ്റർ, ശ്രദ്ധേയനായ മുതിർന്ന പത്രപ്രവർത്തകൻ നല്ല വാഗ്മിയുമായ സുരേന്ദ്രൻ, അതൊരു എഴുത്തുകാരനും സംഘാടകനും ഒക്കെയായ ഉണ്ണികൃഷ്ണൻ, ഏറെ സ്നേഹമുള്ള അനേകം വ്യക്തികൾ, എൻ്റെ സഹോദരസ്ഥാനിയായ സരസ്വതി, പ്രബുദ്ധവും സ്നേഹനിർഭരവുമായ മനസ്സിൻ്റെ ഉടമകളായ സദസ്സ്, വളരെ സാന്ദ്രമായ മനസ്സോടെ കൃതജ്ഞതയോടെ ചാരിതാർത്ഥ്യത്തോടെയാണ് കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങിയത്. അനേകം സാന്ദ്രമായ വികാരങ്ങളും ഓർമ്മകളും ഒക്കെ ഞാൻ വിധേയനാവുന്നു. 50 വർഷത്തെ ഹൃദ്യമായ ബന്ധം ഞാനും ബാലകൃഷ്ണനും തമ്മിലുണ്ടായിരുന്നു. ബാല എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. മഹാരാജാസ് കോളേജിലും ഏഴോർമ്മ കോളേജിലും ഞങ്ങളെ ഏറ്റവും അധികം പഠിപ്പിക്കുകയും അനേകം ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും കടന്നു പോകാൻ പ്രേരണ നൽകുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഇന്നും അതിൻ്റെ ബാക്കി വശം എന്ന നിലയിൽ ബാലകൃഷ്ണൻ്റെ കുടുംബവുമായുള്ള ബന്ധം തുടരുന്നു എന്നതിലുള്ള സന്തോഷം എനിക്കുണ്ട്. സരസ്വതി എനിക്കൊരു അനുജത്തിയാണ്. മക്കൾ 3 പേരും എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ കരുതുന്നു. ഭാവിയിലും ഈ ബന്ധം, ഹൃദ്യമായ ബന്ധം, സ്നേഹസാന്ദ്രമായ ബന്ധം അഭംഗരമായി തുടരാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഈ പുരസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾക്ക് ലഭിച്ച ഒന്നാണ് എന്നുള്ളതാണ്. എനിക്കും ബാലകൃഷ്ണനും ഏറ്റവും ഇഷ്ടവും മമതയും മതിപ്പും ഉള്ള 2 ഗുരുനാഥന്മാരാണ് ലീലാവതിക്കലും സാനുമാഷ്. പ്രബുദ്ധത എന്താണെന്ന്, സ്നേഹസാന്ദ്രത എന്താണെന്ന്, ആശയത്തിൻ്റെ ചക്രവാളങ്ങൾ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ആ ശ്രേഷ്ഠരായ 2 ഗുരുനാഥന്മാർക്കാണ് ബാലകൃഷ്ണൻ, കൽപ്പറ്റ ബാലകൃഷ്ണൻ പേരിലുള്ള ഈ സ്മൃതി പുരസ്കാരം ലഭിച്ചത് എന്നത് എന്നെ വിനീതനും സന്തോഷവാനുമാക്കുന്നു. അതുപോലെ തന്നെ വസന്ത മാഷയെ പോലെയും പ്രൊഫസർ തോമസ് മാത്യുവിനെ പോലെയും ഒക്കെയുള്ള മലയാള സാഹിത്യ വിമർശനത്തിലെ ശ്രദ്ധേയമായ വ്യക്തികൾക്ക്, മുന്തിയ വിമർശകന്മാർക്ക് ലഭിച്ച ഒന്നുകൂടിയാണ് ഈ സ്മൃതി പുരസ്കാരം എന്നുള്ളത്. അതിൻ്റെ യോഗ്യതയാണ്. അതിൻ്റെ ഒരു അനുബന്ധമാകാൻ, അതിൻ്റെ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം സന്തോഷവും ചരിതാർത്ഥ്യവുമുള്ള ഒരു കാര്യമാണ്. ബാലകൃഷ്ണൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, മഹാരാജാസിൽ ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ബാലകൃഷ്ണൻ്റെ രചനകളെക്കുറിച്ച് പലപ്പോഴും പ്രസംഗിക്കാനും എഴുതാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ ബാലകൃഷ്ണ രചനകൾ കൂടുതൽ പഠിക്കപ്പെടുകയും മലയാള സാഹിത്യത്തിലും വിശ്വസാഹിത്യത്തിൽ തന്നെയും ബാലകൃഷ്ണൻ്റെ രചനകൾക്കുള്ള പ്രാധാന്യവും പ്രാമുഖ്യവും വിലയിരുത്തപ്പെടും എന്നതിൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളുന്നു. ദീർഘമായൊരു പ്രസംഗം അനുചിതമാണ് എന്ന ഔചിത്യബോധം എൻ്റെ വാക്കുകൾ തടയിടുന്നു. തീർച്ചയായും ഇത്തരം വ്യക്തികളുടെ ഓർമ്മകൾ നമ്മെ പുതിയ തലങ്ങളിലേക്ക്, സ്വയം വളരെ ഭംഗിയായി പറയാൻ ബാക്കിയുണ്ടായി.
ഞാൻ പ്രൊഫസർ ജോസഫ് പുള്ളേശ്ശേരിയുടെ ഒരു വാക്കുകൾ ആവർത്തിക്കാറുണ്ട്. നമ്മുടെ സാഹിത്യത്തിലെ രുചിയെ, കെട്ടുപോയ രുചിയെ പ്രത്യാനയിക്കാൻ നിരവധി പോരാട്ടങ്ങൾ നടത്തിയ പ്രൊഫസർ ജോസഫ് പുള്ളേശ്ശേരിയുടെ ആ വാക്യം എനിക്കേറെ അർത്ഥവത്തായി തോന്നിയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നത്? എന്തിനാണ് ഒരേക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? ശരിമാഷ് പറയുന്നു, ഇത്തരം വലിയ വ്യക്തികൾ വർഷാവർഷങ്ങളിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഫലവൃക്ഷങ്ങളെ പോലെയാണ്. അത്തരത്തിലുള്ള ഫലവൃക്ഷമാണ് അനേകം നന്മകളും സ്നേഹദീപ്തമായ മനസ്സും ആശയത്തിൻ്റെ ചക്രവാളവും കൊണ്ട് നടന്ന ഒരു ഫലവൃക്ഷമാണ് ബാലകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് വർഷാവർഷങ്ങളിൽ നമ്മളൊക്കെ സ്നേഹസാന്ദ്രമായ മനസ്സുള്ള അനേകം പേർ, ആശയങ്ങളെ സ്നേഹിക്കുന്ന ഏറെ പേർ, ബാലകൃഷ്ണൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ശിഷ്യന്മാർ ഒക്കെ ഒത്തുചേരുന്നത് തീർച്ചയായും ഇന്നത്തെ ദുരന്തം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മെ നന്മയിലേക്കും സ്നേഹദീപ്തിയിലേക്കും ആശയസമൃദ്ധിയിലേക്കും ജീവിതത്തിൻ്റെ ഉദാരതയിലേക്കും ഒക്കെ നയിക്കാൻ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അപങ്കുരം തുടരുകയും അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇവിടെ പലരും പറഞ്ഞ പോലുള്ള പല പല ആശയങ്ങൾ, വിദ്യാഭ്യാസ വിമർശനങ്ങൾ, കാലഘട്ടത്തെ പറ്റിയുള്ള വിചിന്തനങ്ങൾ, പലപ്പോഴും ചില ശോഭചിന്തകൾ ഒക്കെ ഇത് പറയാൻ പറ്റിയ ഒരു സന്ദർഭമായി ബാലകൃഷ്ണൻ്റെ വ്യക്തിത്വത്തെ, ജനാധിപത്യത്തിൽ, റൈറ്റിംഗ് സെറ്റിൽ, പൊളിറ്റിക്കൽ ആശയങ്ങളെ, സമകാലിക ഇന്ത്യ കടന്നുപോകുന്ന ദുരന്ത പ്രശ്നങ്ങളെ ഒക്കെ പറയാനും ആലോചിക്കാനും ചിന്തിക്കാനും ആന്തരിക ജീവിതത്തിൻ്റെ ധന്യതയുള്ള കുറേയേറെ ഒത്തുചേരുവാനും കഴിയുന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിൽ ഞാനും പങ്കുചേരുന്നു. തീർച്ചയായും ഈ ഇത്തരം നല്ല നല്ല സന്ദർഭങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ബാലകൃഷ്ണൻ അകാലത്തിൽ കണ്ണടച്ചതിൻ്റെ ഒരു ദുഃഖം, അതിൻ്റെ ഒരു വേപത്ത്, അതിൻ്റെ ഒരു വല്ലാത്തൊരു സന്ത്രാസം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരവസ്ഥ ഇന്നും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം കൂടി പറയുമ്പോഴും ശാശ്വതമൊന്നേ ദുഃഖം എന്ന് കവികൾ പാടിയതുപോലെയുള്ള ഒരു ദുഃഖാവസ്ഥ ജീവിതത്തിനുണ്ട്. അതിനപ്പുറം നമ്മൾ അതിനെ അതിജീവിക്കുന്നത് ഓർമ്മകൾ കൊണ്ടാണ്, നല്ല ചിന്തകൾ കൊണ്ടാണ്, കഴിഞ്ഞുപോയ നല്ല കാലത്തേക്ക് വരുന്ന നൊസ്റ്റാൾജിയ കൊണ്ടാണ്, സമൂഹത്തിൻ്റെ ഗതിവിധികളെക്കുറിച്ചുള്ള വിമർശനം കൊണ്ടാണ്. ഒക്കെ ഇത്തരം ഘട്ടങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഇത്തരം ഒത്തുചേരലിൻ്റെ, ഇത്തരം സ്മൃതി ദിനങ്ങളുടെയൊക്കെ പ്രത്യേകത. ഞാൻ ഒരു വാക്യം ഞാൻ പലപ്പോഴും എനിക്ക് കിട്ടാറുള്ള അവാർഡുകളൊക്കെ തന്നെ സമർപ്പിക്കാറുള്ളത് പ്രായേണ എനിക്കേറെ ഇഷ്ടവും മമതയും മതിപ്പുമുള്ള ഒരു സംഘടനക്കാണ്, പ്രസ്ഥാനത്തിനാണ്. ഇന്ന് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം, കഴിവ്, ആർദ്രത, കരുണ, സാമൂഹ്യനീതി തുടങ്ങിയ അനേകം മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുഴുകുന്ന ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ 10-15ഓളം കേന്ദ്രങ്ങളും അന്താരാഷ്ട്രീയ തലത്തിൽ തന്നെയുള്ള കേന്ദ്രങ്ങളും ഒക്കെയുള്ള സ്വദേശ് എന്ന ഷീബാബിയെ നടത്തുന്ന അതിൻ്റെ സർവസ്വമായ ഷീബയുടെ നേതൃത്വത്തിലുള്ള അതിനെയാണ് ഞാൻ സമർപ്പിക്കാറുള്ളത്. അവിടെയും ഒരു ഔന്നിത്യബോധമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഗാല നടത്തിയിരുന്ന പുതിയ സമീക്ഷയും ഒക്കെ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്ന സത്യമെന്നതിലൂടെ മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ വീട്ടിയുടെയും കുടിലനാദി രശ്മികളെ എന്ന് പാടിയ രശ്മിയുടെയും മുമ്പേ നടന്ന ഗോവിന്ദൻ്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ട PK റഹീമിൻ്റെ മകളായ ഷീബ നടത്തുന്ന സാനുമാഷും ആനന്ദും ഒക്കെ തന്നെ സംരക്ഷണം നൽകുന്ന ഉപദേശകരായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഇത് നൽകാൻ ഞാൻ വിടുകയാണ്. അതോടൊപ്പം ഇവിടെ വന്ന സ്നേഹമയ്യായ അനേകരെയും പാരിശ്രീക്ക് പ്രത്യേകിച്ചുമുള്ള സ്നേഹചിന്തകളൊക്കെ ഉൾക്കൊണ്ട ഇത്തരമൊരു സദസ്സിൻ്റെ ഒക്കെയുള്ള സന്തോഷം, സ്നേഹം, കൃതജ്ഞത വിദ്യാനിതമായ ഭാവത്തിലും ഭാഷയിലും ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.